മൊസ്റ്റാർ പോണ വഴിക്ക് ബ്ലഗാജ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ബ്ലഗാജ് എന്ന് പറഞ്ഞാൽ എഴുതുക, ബ്ലഗാജ് എന്നാണ് അവർ പറയാം. അവിടെ ഒരു ദർവീഷ് ഹൗസ് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. അടിപൊളി ലാൻഡ്സ്കേപ്പ് ആട്ടോ. ബ്ലഗായിലേക്ക് എത്തി. ഇതാണ് വ്യൂ. ഓക്കെ, 1520 ഒട്ടോമൻസ് ഉണ്ടാക്കിയാണ് ഇവർ ഗോഡ് ഹൗസ് എന്ന് വിളിക്കുന്ന ദർവീഷ് ഹൗസ്. സൂഫികൾക്ക് വേണ്ടി ഉണ്ടാക്കിയാണ് ഒട്ടോമൻസ്. ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ സൊവനീർ വെക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതാണ് ദർവീഷ് ഹൗസ്. ഉള്ളിൽ പോയി നോക്കാം എന്താണെന്നുള്ളിൽ. ഇതാണ് ഇതിൻ്റെ പേര്, തെക്കിയ ബ്ലഗായ്. നാഷണൽ മോണുമെൻ്റ് ആണ്. തെക്കിയ എന്ന് ഈ ദർവീഷ് ഹൗസിന് പറയുന്ന പേരാട്ടോ. ഉള്ളിൽ കയറി ഒരു തണുപ്പ്. അബ്ദഷ്താന ഒതുണ്ടാക്കുന്ന സ്ഥലമാണ്. 15-ാം നൂറ്റാണ്ടിലാണ് ഇതുണ്ടാക്കിയത്. ദർവീഷുകൾ, സൂഫിസമല്ലേ, അതിൻ്റെ ആൾക്കാരായിരുന്നു. അവരുണ്ടാക്കിയതാണിത്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ അവരുടെ പ്രധാനപ്പെട്ട ഏതോ ആൾക്കാർ മരിച്ച് ഇതിനുള്ളിൽ കബറടക്കിയിട്ടുണ്ട്. അതാണ് ഈ ബിൽഡിങ്. ഇവിടെ ഇങ്ങനെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ദർവീഷ് ഹൗസിൻ്റെ ഉള്ളിലൊന്ന് പോയി നോട്ടെ എന്തൊക്കെ ഉള്ളതെന്ന്. നിസ്കരിക്കാനുള്ള സംഭവം എന്തോ. Yeah, so peaceful. അയ്യോ നോക്കി. മരാട്ടത് ഒരു നടക്കുമ്പോൾ ഒരു ക്രാക്ക് സൗണ്ട് ഉണ്ടല്ലോ. എന്താ ഇവിടെ വേറെ റൂമുണ്ട്. ഇനി മുകളിൽ എന്തുള്ള പോയി നോക്കട്ടെ. മരത്തിൻ്റെ സ്റ്റെപ്പാണ്. ഇതിലൂടെ ഇങ്ങനെ കാർപ്പറ്റ് ഇട്ടുണ്ട്. ഇവിടെ മിനാരൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ബാങ്ക് വിളിക്കാറുണ്ട്. ഇവിടെ നിന്നിട്ട് അന്നത്തെ കാലത്ത് 1500 കേട്ടോ. 400-500 കൊല്ലം 600 കൊല്ലം മുന്നുള്ള കഥയാണ് പറയണത്. സീലിംഗ് നോക്കി, അന്നുണ്ടാക്കിയ അതേ സീലിംഗാണ്. 1400 ഉണ്ടാക്കിയ അതേ സീലിംഗ് അതേമാതിരി കിട്ടി. നോക്കി ഇത് ഭംഗിയാൽ. ഇതാണ് ഹമ്മാം, ബാത്റൂം അന്നത്തെ കാലത്ത്. ഓക്കെ, ആഴ്ചയിൽ 3 ദിവസമാണ് ദർവീഷുകളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരികയെന്ന് പറഞ്ഞു. ബാക്കിയുള്ള ദിവസം പല റിലീജിയസിൻ്റെ ആൾക്കാരും കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ടെന്ന്. കാത്തലിക്സ് അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ. ഗുഹയിലേക്ക് പ്രാവുകൾ പോകണം നോക്കിയ അതിനുള്ളത് പുറത്ത് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അപ്പുറത്തെ സൈഡ് പോയി കഴിഞ്ഞാൽ ഈ സൂഫിയാസിന് നല്ലൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങോട്ട് പോയി കേട്ടോ. എന്നിട്ട് ആ സൈഡിലൂടെ നടക്കുന്ന പോകണം, പോയി നോട്ടെ. വ്യൂ നോക്കിയൊക്കെ. വാവ്, ഇത് ഭംഗിയല്ലേ, അടിപൊളി വ്യൂ. ആ ഗുഹൻ്റെ ഉള്ളിൽ കൂടുന്ന ഒഴുകി തന്നെ വെള്ളം ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴുകിപ്പോകും. ഇവിടുന്ന് ഒരു വ്യൂ കൂടി ഉണ്ട്. നോക്കിക്കേ വ്യൂ, അടിപൊളി അല്ലേ. ആ സൂപ്പർ. ഇത്ര പീസ്ഫുള്ളായ സമാധാനപരമായ ഒരു സ്ഥലം ദർവീഷുകൾക്ക് പ്രാർത്ഥിക്കാൻ വേറെ എവിടെ കിട്ടില്ലേ. വാവ്.